ഹേയ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈദിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ അന്നത്തതും തലേന്നത്തതും കൂടി കൂട്ടിയിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാൻറ്റാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൻറ്റും പിന്നെ അതിലേക്ക് തന്നെ ഒരു ബനിയന് പോലത്തെ ഒരു സംഭവം മേടിച്ചിരിക്കണ്. പിന്നെ ഒരു ക്യാഷ്വൽ ടോപ്പും മേടിച്ചിരിക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ ഹെവി ആയിട്ട് ലോങ് ഡ്രസ്സ് അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇപ്പോൾ എടുക്കേണ്ട അടുത്ത മാസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈദായതിനെക്കൊണ്ട് നല്ല കളക്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പുതിയത് കളക്ഷൻസൊക്കെ വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തത്. നമ്മളവിടെ ഇതിനൊക്കെ കുളിച്ച് മാറ്റാൻ പറയുക. അതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതാണ് കുളിച്ച് മാറ്റാൻ വേണ്ടി എടുത്തൊരു കുപ്പായം. അതിലേക്ക് വേണ്ടി മേടിച്ച പാൻറ്റാണ് നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഷോർട്സിൽ കാണിച്ചു തന്നീനല്ലോ നമ്മളൊരു ഡ്രസ്സ് മേടിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് ഈ ഒരു ടോപ്പാണ്, ഒരു ക്യാഷ്വൽ ടോപ്പ്. എനിക്ക് ഇങ്ങനത്തെ ടോപ്പും അതിലേക്ക് ജീൻസ് ഇടാനാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനത്തതൊക്കെ ഇനി കുറച്ച് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ എടുത്തൊരു ടോപ്പ്. അപ്പോൾ ഇത് ഇടണോ വേണ്ടതെന്നാണ്. അതായത് പെരുന്നാളിന് എന്തായാലും നമ്മൾ എങ്ങോട്ടും പോകണമെന്നില്ല. അതിനെക്കൊണ്ട് ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടോ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഇടണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടാൻ തോന്നി. അങ്ങനെ ഞാൻ വേഗം അതും അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഷോൾ ഇട്ടുങ്ങാണ്ട് വെറുതെ വന്ന് കണ്ണാടിൻ്റെ മുന്നിൽ ഷോ കാണിച്ചിരിക്കണം. എനിക്കാണെങ്കിൽ ഉമ്മ അടുക്കളയിൽ കുറച്ച് ഡ്യൂട്ടിയൊക്കെ തന്നിക്കണം. അതവിടെ പെൻഡിങ്ങിൽ ഇട്ടുങ്ങാണ്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ നമ്മൾ ബീഫ് ബിരിയാണിയാണ് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബീഫ് ഇവിടെ മുറുക്കിയാണ് ഇമ്മ. പിന്നെ എനിക്ക് കുറച്ച് പാത്രം കഴുകാനും പിന്നെ നാളത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. ഒന്നും അറിയില്ല. അങ്ങോട്ട് വലിച്ചോ, ഞാൻ കൊണ്ടുവയ്ക്കട്ടോ. വലിച്ചോ ഇതിപ്പോ അങ്ങോട്ടാ പോണതേ. അപ്പോൾ പിന്നെ അമ്നുവിന് ഞാൻ ഇട്ടുകൊടുത്തൊരു മൈലാഞ്ചിയാണ്. നോക്കിപ്പോൾ ചെറുതാകുമ്പോഴൊക്കെ നല്ല ഇഷ്ടത്തിന് മൈലാഞ്ചിലാണ്. ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ഡിസൈൻ മതി എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ ഇട്ടുകൊടുത്തത്. പിന്നെ രാവിലെ ആയി നമ്മളെല്ലാവരും ഒരു 5:30-6 മണിക്കാണ് എണീച്ചത്. നമ്മളെല്ലാവരും ഇല്ല, ഞാനൊരു 5:45-നാണ് എണീച്ചത്. അപ്പോൾ ഒരു 7 മണി കേട്ടോ അമ്നു എണീച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഇക്കാക്കി എപ്പോഴും പള്ളിയിൽ പോകുമ്പം ഈ ഒരു ചായയും പഴം നിറച്ചതും കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇപ്പൻ്റെ ഷർട്ടും ഇക്കങ്ങനെ ഷർട്ടൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. ഒരു കുളിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു വരുമ്പോഴത്തേക്ക് എനിക്ക് കുറേ പണി തീർക്കാനുള്ളതിനെ കൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു വന്നതിന് ശേഷം നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറിയും തിന്ന് അങ്ങനെ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് വിരുന്നുകാരുള്ളതെന്ന്. പെരുന്നാളിന് വിരുന്നുകാർ ഇത് നമ്മളെല്ലാ പെരുന്നാളിലും നമ്മൾ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരാണ്. അതിനെക്കൊണ്ട് വിരുന്നുകാരല്ല, പെരക്കാരനാണ്. ഓല് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഓല് പോയിട്ടുണ്ടേനു. പിന്നെ നമ്മൾ എല്ലാവർക്കും ആകെപ്പാടൊരു ബോറടിക്കില്ല. അങ്ങനെ നമ്മളെല്ലാവരും കിടന്നുറങ്ങി. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ക്ലിപ്പ് ഞാൻ മറ്റേ ഭാഗത്തൊക്കെ ആഡ് ചെയ്യാൻ മറന്നുപോയി. അതിനെക്കൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മളിത് പെരുന്നാൾ നിസ്കാരം വല്ലാണ്ടൊന്നുമില്ല, ഞാനും അമ്മനും കൂടിയാണ് നിസ്കരിച്ചിരുന്നത്. അപ്പം മൈലാഞ്ചി ഞാൻ ചോന്നതാണ്. എനിക്കിപ്പോൾ ഇത് ഇട്ടപ്പോൾ ഇടേണ്ടേനായിപ്പോയി. കൈക്ക് നോക്കാൻ കഴിയില്ല, തീരെ വൃത്തിയില്ലാണ്ടാണ് ഞാൻ ഇട്ടത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇനി വേഗം എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു അസർ നിസ്കാരത്തിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. കാരണം പായസമൊക്കെ കുടിച്ചിട്ട് എല്ലാവർക്കും ആകെപ്പാടെ ദമ്മ. അതിനെക്കൊണ്ട് നമ്മൾ പിന്നെ കുറച്ചേരം കൂടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമല്ലോ. അപ്പം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ച്. അതിന്റെ ഉള്ളിൽ സ്വർഗം ഉണ്ടോ? നമുക്ക് പറന്നു പോവാം. ഓക്കെ, എന്നാ വാ. അതിനുശേഷം നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. നമ്മളിപ്രാവശ്യം ഈദ് അങ്ങനെ വല്ലാണ്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഈ ഒരു വ്ളോഗിൽ വല്ലാണ്ട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.